ഹായ് എവരി വൺ, ശ്രീധൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സേഫായും ഇരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് ആൻഡ് എനർജി, അവർ ചെയ്ത തെറ്റിൽ കുറ്റബോധമുണ്ടോ, ബ്ലോക്കേജസൊക്കെ മാറുമോ? നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് ആൻഡ് എനർജി, അവർ ചെയ്ത തെറ്റിൽ കുറ്റബോധമുണ്ടോ, ബ്ലോക്കേജൊക്കെ മാറുമോ എന്നാണ് നോക്കുന്നത്. പേഴ്സൻ്റെ ഇപ്പോഴുള്ള നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ആൻഡ് എനർജി ആൻഡ് അവർ ചെയ്ത തെറ്റിൽ കുറ്റബോധമുണ്ടോ. ഓൾറെഡി 2 കാർഡ് വീണിട്ടുണ്ട്, ഷഫിൾ ചെയ്തപ്പം വീണതാണ്. ബാക്കി ക്ലാരിഫിക്കേഷൻ എടുക്കാം. അപ്പോൾ ഓവറോൾ എനർജി വന്നത് ഒരു ടെമ്പറൻസ് കാർഡാണ്. അപ്പോൾ അവരുടെ ജീവിതം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ അവരുടെ ജീവിതത്തിൽ ഒരു ബാലൻസും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളതൊരു 2 of Wands എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 2 of Wands വന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മി യൂണിവേഴ്സ്. ഇത് ടെമ്പറൻസ് കാർഡ് തന്നെയാണ് വന്നത്. ഒരു 2 of Wands എനർജി, ടെമ്പറൻസ് കാർഡ്. 2 of Wands എനർജിയിൽ അവരുടെ മുമ്പിൽ, ആ പേഴ്സൻ്റെ മുമ്പിൽ 2 കാര്യങ്ങൾ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഒന്ന് നിങ്ങളും ആകാം. അപ്പോൾ അതിൽ ഇപ്പം എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് എന്ത് കാര്യം ചെയ്താലും അത് നടക്കും എന്നാണ് കാണുന്നത്. പക്ഷേ ഇവർക്കൊരു കൺഫ്യൂഷനാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ അവസ്ഥയ്ക്ക് ഒരു ബാലൻസും ഒരു ചേഞ്ചും ഒക്കെ വരുന്നുണ്ടെന്നാണ് കാണുന്നത്. ഒരു പരിവർത്തനത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സ്ട്രഗിളിങ് ആണ് ഉള്ളതെങ്കിൽ മനസ്സിലാക്കണം, ഈ ഒരു പാഠമൊക്കെ പഠിച്ചിട്ട് ഏതൊരു മനുഷ്യനായാലും ഒരുപാട് സ്ട്രഗിളിങ് ഉണ്ടാകുമ്പോൾ അവർക്ക് മനസ്സിലാക്കണം, ഇതൊന്നും ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്ന കാര്യം, അതൊക്കെ കഴിഞ്ഞ് വേറെ ഒരു കാലങ്ങൾ വരും, അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സ്ട്രഗിളിങ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ഈ വിഷമം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു 4 of Wands എനർജി. 4 of Wands എനർജി, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 4 of Wands വന്നത് നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 4 of Wands വന്നത്? 4 of Swords. അപ്പോൾ 4 of Wandsൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഹാപ്പി ഫാമിലി ആയിട്ടാണ് കാണുന്നത്. ഹാപ്പി ഫാമിലി ഒന്നുകിൽ പാസ്റ്റിലുള്ള ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകും. ചിലപ്പം ചില ആൾക്കാർക്ക് ബ്രേക്കപ്പിലായ റിലേഷൻഷിപ്പ് സക്സസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഹാപ്പി ഫാമിലിയാണ് കാണുന്നത്. ഒരു ആഘോഷം, സെലിബ്രേഷനൊക്കെ കാണുന്നുണ്ട്. സന്തോഷവും പിന്നെ ഒരുമിച്ച് യാത്ര വരുന്നതും പോകുന്നതും, ദൂരസ്ഥലത്തുള്ള ആളുകൾ വരുന്നതും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ശരിക്ക് നിങ്ങൾ ആ പേഴ്സൺ പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ അവരെ ബാധിക്കുന്നില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സ്പിരിറ്റ് ഗൈഡ്സോ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് ഉണ്ടാകുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കൂടെ ഒരു ശക്തി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. മറ്റുള്ളവർ നിങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇടയിൽ നിങ്ങൾ ജയിച്ച് കാട്ടുന്നൊരു സമയം കൂടിയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. 4 of Swords എനർജിയിലും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ സേഫായി ഒരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ നിങ്ങളിപ്പം കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആരെന്ത് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചാലോ നിങ്ങൾക്ക് അന്നും ബാധിക്കില്ല എന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് പേര് കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സന്തോഷവും ഒരു ഹാപ്പി ഫാമിലിയൊക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ അതൊക്കെ ശരി, ആ വിഷമങ്ങളൊക്കെ മാറി നിങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്തത് ഒരു 8 of Pentacles എനർജിയാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 8 of Pentacles വന്നിട്ടുള്ളത്? ഗൈഡ് മി യൂണിവേഴ്സ്. സ്റ്റാർ കാർഡാണ്. സ്റ്റാർ കാർഡ് കൂടെ എന്താ?
9 ഓഫ് പെൻറ്റിക്കിൾ. അപ്പോൾ ഒരു 8 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയും സ്റ്റാർ കാർഡും 9 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടപ്പോൾ 8 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയിൽ അപ്പം അവരിപ്പം നിങ്ങളുടെ ലൈഫിൽ പിന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാക്കാനും അത് ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ നന്നായിട്ട് ജോലി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ശ്രമത്തിലാണ്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം അവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ളതോ എന്തെങ്കിലും വേറെ ആർക്കും കൊടുക്കാനുള്ളതോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ അവരോട് മാറി താമസിക്കണമെന്നോ ചിലപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കണ്ട അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പണം വേണം. അപ്പോൾ പണം ഉണ്ടെങ്കിൽ മുന്നോട്ടുള്ള സന്തോഷമുള്ള ജീവിതം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ ഇപ്പോൾ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ 9 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയിൽ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ആലോചിച്ച് വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. കുറേ ആൾക്കാർക്ക് വരുന്നത് കുറേ അധികം ആൾക്കാർക്ക് അത് എത്തിക്കഴിഞ്ഞെന്നാണ് കാണുന്നത്. എത്തിക്കഴിഞ്ഞു വെച്ചാൽ ചിലപ്പോൾ പുതിയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഉള്ള റിയൂണിയൻ നടന്നിട്ടുണ്ടാവും. മറ്റു ചിലർക്ക് കുറേ സാമ്പത്തികം വന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആ ഒരു സന്തോഷം ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ മറ്റു ചിലർക്കാണെങ്കിൽ പുതിയ ന്യൂ ജോബ് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാറ് വാങ്ങുന്ന ഗോൾഡ് ഇതൊക്കെ കിട്ടാൻ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് പെട്ട് കിടക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ റിലീസാകുന്ന അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തതൊരു സ്റ്റാർ കാർഡാണ്. ഈ സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഹീലിംഗ് ഒരുപാട് ആളുകൾക്ക് ഹീലിംഗ് നടന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ആളുകൾ ഇപ്പോൾ ഉള്ള ഈ വിഷമിക്കുന്ന ആളുകളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നതായിട്ടും കാത്തിരിപ്പിന് ഫലമുണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിലെ പെയിനൊക്കെ മാറുന്നതായിട്ടും ഒരുപാട് പ്രതീക്ഷ ഉള്ളതായിട്ടൊക്കെയാണ് സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ പുതിയ പ്രതീക്ഷയും പുതിയ ആഗ്രഹങ്ങളും പുതിയ തീരുമാനങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇനി കുറേ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്, മറ്റു ചിലർക്ക് ഉണ്ടാകാനും പോകുന്നുണ്ട്. അതൊക്കെയാണ് ഈ 9 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയിലും പറയുന്നത്. അതിനു വേണ്ടി അവർ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്, കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്, അത് കിട്ടുന്നതായിട്ട് കാണുന്നു. അത് ആഗ്രഹം പൂർത്തീകരിക്കുന്നതായിട്ടാണ് സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ക്യൂൻ ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ വന്നത്, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ക്യൂൻ ഓഫ് പെൻറ്റിക്കിളുടെ എനർജി വന്നിട്ടുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ക്യൂൻ ഓഫ് പെൻറ്റിക്കിളുടെ എനർജി സ്ട്രെങ്ത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളറിയാതെ നിങ്ങളെ ചേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാണ്ടിരിക്കാൻ ആ പേഴ്സണ് സാധിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങളെ മുന്നിൽ ഇപ്പോൾ ഒന്നും അറിയാത്ത മാതിരി നിൽക്കുന്നുണ്ട്, പക്ഷേ ഇവർ ഉള്ളിൽ കൂടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴിയായിരിക്കും, ചിലപ്പോൾ ഫ്രണ്ട്സ് മുഖേനയായിരിക്കും, എന്നാലും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇവരെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ ഇരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഗ്രോത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഫിനാൻഷ്യലി സഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പം ഒരു കാര്യത്തിനും മറ്റുള്ളവരോട് ചോദിക്കേണ്ട ഒരവസ്ഥ ഒന്നും ഇപ്പം വരുന്നുണ്ടാവില്ല. ഒരുപാട് ആളുകൾക്ക് ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ വേണ്ടപ്പെട്ട പണം അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാകുന്നതായിട്ടാണ് ഒരുപാട് ആളുകളത് കാണുന്നത് ഈ പേഴ്സൻ്റെ. അപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിന് അത്രയും ഒരു ഉറപ്പുള്ള ബന്ധമായിരിക്കും. ഉറപ്പുള്ള ബന്ധം പറഞ്ഞാൽ ചില ആളുകൾ മാരീഡ് ആയിരിക്കും, അല്ലാത്തവർ ഈ കുറേ നാളായിട്ട് സ്നേഹിച്ചിട്ട് പിരിയാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ആളുകളായിരിക്കും. അത്രയും ഒരു ഉറച്ച മനസ്സോടെ സ്നേഹിച്ച ആളുകളായിരിക്കും. ഇപ്പോൾ തേർഡ് പാർട്ടി കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം സെപ്പറേറ്റഡ് ആയി പോയതാകാനാണ് സാധ്യത. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ ബന്ധം പെട്ടെന്നൊന്നും വിട്ടുപോകില്ല. അപ്പോൾ അതിനവർ രണ്ടു പേർക്കും കഴിയില്ലെന്നാണ് കാണുന്നത്. അത്രയും ഉറപ്പുള്ളൊരു ബന്ധമാണ്. അതുകൊണ്ട് ഈ രണ്ടു പേർക്കും വിട്ടുപോകാൻ കഴിയില്ല. പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള ഈഗോ അത് അവർ പുറത്താക്കിയെങ്കിലേ ഈ നിങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കാണുന്നത്. അടുത്തതൊരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്.
എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നത്? ആണ് 9 ഓഫ് വാൻഡ്സ് ആണ് വന്നത്. താങ്ക് യൂണിവേഴ്സ്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി 9 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവർക്ക് പണമൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവർ സ്ട്രഗിളിങ്ങിലൂടെയാണ് കടന്നു പോയിട്ട് സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകാൻ കാരണം അവരുടെ ഇടയിലുള്ള പ്രശ്നം തന്നെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒറ്റയ്ക്ക് നിൽക്കേണ്ട അവസ്ഥ, പിന്നെ നിങ്ങൾ വിട്ടു പിരിയേണ്ട അവസ്ഥ, ഇതൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് സ്ട്രഗിളിങ് ആണുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ സ്ട്രഗിളിങ് അത് ഹീല് ചെയ്യണം. ഹീല് ചെയ്താൽ മാത്രമേ ഇതിനൊരു എൻഡിങ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ എൻഡിങ് വന്നാലേ നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം ഉണ്ടാവുള്ളൂ. അപ്പോൾ പുതിയ ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഈ സ്ട്രഗിളിങ് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്, എന്നാലേ ജീവിതത്തിൽ എല്ലാ കാര്യവും പഠിക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടായതാണ്. അപ്പോൾ അത് നിങ്ങൾ ഹീല് ചെയ്ത് പോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം എന്തായാലും ഉണ്ട്. അത് വരണമെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഹീല് ചെയ്ത് പോക്കണം, മെഡിറ്റേഷൻ ചെയ്യണം. അപ്പോൾ കുറച്ച് കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്പിരിച്വലി നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുറേ ആളുകൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് സൈക്കിക് എബിലിറ്റി കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയാൻ തീരുമാനിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതായും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള പോകാനുള്ള വഴി നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇനി അവർ ചെയ്ത തെറ്റിൽ അവർക്ക് കുറ്റബോധമുണ്ടോ നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. അവർ നിങ്ങളോട് ചെയ്ത തെറ്റ്, ആ പേഴ്സൺ നിങ്ങളോട് ചെയ്ത തെറ്റിൽ അവർക്ക് കുറ്റബോധമുണ്ടോ? ആ പേഴ്സൺ നിങ്ങളോട് ചെയ്ത തെറ്റിൽ അവർക്ക് കുറ്റബോധമുണ്ടോ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ ഒന്ന് നോക്കാം. ഒന്ന് 2 ഓഫ് പെൻറ്റിക്കിളും ഒന്ന് ചാരിയറ്റുമാണ് വന്നത്. അപ്പോൾ ഒന്ന് ഇത് 2 ഓഫ് പെൻറ്റിക്കിൾ. അപ്പോൾ അതൊരു ജഗ്ലിങ് സിറ്റുവേഷൻ. അവർക്ക് അപ്പോൾ കുറ്റബോധം ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത്, നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കണം. വന്നാൽ ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുകയോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ഇനി എന്തെങ്കിലും നിങ്ങൾ ഇനി അവരെ വടിയും ബഹളമൊക്കെ ഉണ്ടാകുമോ, നല്ല രീതിക്ക് മുന്നോട്ട് പോവുക, ആ ഒരു ചിന്തയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ കുറ്റബോധം ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ചിന്ത, അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ചാരിയറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ സാഹസികമായ പല കാര്യവും ചെയ്യാനുള്ള ഒരു മനക്കരുത്തോടെയും ധൈര്യത്തോടെയും മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇത്രയും നാൾ ആരെയും പേടിച്ചിട്ടിരുന്നെങ്കിലും, അവരുടെ കൂടെയുള്ളവരെ, കുടുംബങ്ങളെ, ആളുകളെയൊക്കെ പേടിച്ചിരുന്നെങ്കിൽ അവരോടൊക്കെ ശക്തമായി എതിർത്ത് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. മറ്റ് ചില ആളുകൾ കാർമികമായ റിലേഷൻഷിപ്പിൽ നിന്ന് ഊരിപ്പോരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത്, താമസിക്കുന്ന സ്ഥലത്ത്, ജോലി സംബന്ധമായാലും എവിടെയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, ടോർച്ചറിങ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം ശക്തമായി ഊരിപ്പോരുന്ന കാണുന്നത്. അപ്പോൾ ഈ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും, അവർക്ക് എന്ത് പ്രശ്നമുള്ള സ്ഥലത്ത് നിന്നും അവർ രക്ഷപ്പെട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നതായിട്ടാണ്. കുറ്റബോധം ഉള്ളത് കൊണ്ടാണ് അവർക്ക് രണ്ട് മനസ്സായി നിൽക്കുന്നത്. പക്ഷേ ആ ഒരു മനസ്സിനെ അവർ മാറ്റി അതിശക്തമായിട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിലുള്ള ബ്ലോക്കേജസ് ഒക്കെ അവർ മാറ്റുമോ, അതാണ് നോക്കുന്നത് അടുത്തതായിട്ട്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. അവർ നിങ്ങളുമായിട്ടുള്ള ബ്ലോക്കേജസ് ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാത്ത തരത്തിലുള്ള ബ്ലോക്കേജ് അതൊക്കെ മാറ്റുമോ നോക്കാം. അപ്പോൾ അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഏത് രീതിയിലാണ്, എന്ത് ബ്ലോക്കേജാണ് ഉള്ളത്, ഇല്ല ഫോണിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണോ, അപ്പോൾ അത് മാറ്റുമോ എന്നൊന്ന് നോക്കാം. ഒരു 10 ഓഫ് വാൺസും പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 10 ഓഫ് വാൺസിൻ്റെ എനർജിയിൽ പറയുന്നത് അവർക്കിപ്പോൾ, ആ പേഴ്സൺ ഇപ്പോൾ ഒരു ബർഡനാണ് അനുഭവപ്പെടുന്നത്. ബർഡൻ എന്ന് പറഞ്ഞാൽ അവിടെയും പ്രശ്നം, ഇവിടെയും പ്രശ്നം, എല്ലായിടത്തിലും പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങൾ അയാളെ ചുറ്റിപ്പറ്റിയുണ്ട്. അപ്പോൾ ഒന്നിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത വിധം അവർ എവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവർ ചിന്തിക്കും, നിങ്ങളുമായിട്ടുള്ള ബന്ധവും ഒരു ഒരു അകൽച്ചയിലായിപ്പോയി. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്,
എത്രത്തോളം നിങ്ങൾ ഇയാൾക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ട്, അതൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് മനസ്സായിപ്പോയെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണം ദൈവം അനുഗ്രഹിച്ച് തന്നുള്ള ആ സ്നേഹം ആ വ്യക്തിയിൽ നിന്നും ഈ വ്യക്തിക്ക് മറ്റൊരാളിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോഴാണ് അവർക്ക് അത് മനസ്സിലായി സ്നേഹത്തിൻ്റെ വില എന്താണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നത്. അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും ജോലി സ്ഥലത്തായാലും എവിടെയാണെങ്കിലും അവർക്ക് ഒരുപാട് ഭാരങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്തത്. നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കാനോ മിണ്ടാനോ പറ്റാത്തൊരവസ്ഥയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അയാളെ ചുറ്റിപ്പറ്റി ഉള്ളത് കൊണ്ടാണ്. അടുത്ത് വന്നൊരു പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് സോഡിൻ്റെ എനർജിയിൽ അപ്പോൾ അവർ ശരിക്കും നിങ്ങൾക്ക് ചുറ്റും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചതായിട്ട് തന്നെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും നോക്കാതെ ഈ വ്യക്തിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവരെന്ത് തെറ്റ് പറഞ്ഞാലും അത് ശരിയാണ് നിങ്ങൾ അംഗീകരിച്ചെടുക്കണം. കാരണം എന്താ, നിങ്ങളോടുള്ള ഇഷ്ടം കൂടുമെന്ന് വിചാരിച്ച് നിങ്ങൾ അവർ പറയുന്നതിനൊക്കെ ആദ്യം ശരിയാണോ ഒക്കെ തല കുലുക്കിയൊക്കെ അവരുടെ കൂടെ നിന്നിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇവർ നിങ്ങളെ അകറ്റി നിർത്തിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ അകറ്റി ഇയാൾ ഈ പേഴ്സൺ ആരായാലും സ്ത്രീ ആയാലും പുരുഷനായാലും കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നിങ്ങൾ ഇത്രയും നാളെ സ്നേഹിച്ചത് അത് അവർ മനസ്സിലാക്കിയില്ല. അപ്പോൾ എല്ലാ തരത്തിലും നിങ്ങളെ അകറ്റി നിർത്തി, ഒരു സപ്പോർട്ടും തരാതെ നിങ്ങളെ മാറ്റി നിർത്തിയതായിട്ടാണ് കാണുന്നത്. എന്തൊക്കെ പെയിൻഫുള്ളായ അനുഭവം നിങ്ങൾ തന്നാലും നിങ്ങൾക്ക് ഈ വ്യക്തിനെ മറക്കാൻ കഴിയുന്നില്ലെന്നാണ് കാണുന്നത്. നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവരുടെ മനസ്സ് മാറി വന്നാൽ ഒക്കെ ശരിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഞാൻ ഇവിടെ പറഞ്ഞ ഇതിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ട് വീട്ടുകാർ സമ്മതിക്കുന്നുണ്ടാവില്ല. ജോലി സംബന്ധമായ പ്രശ്നം ഉണ്ടാവും, പണസംബന്ധമായ വേറെ സ്റ്റാറ്റസ്, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് വീട്ടുകാർ സമ്മതിക്കുന്നില്ല, കൂട്ടുകാരെന്തെങ്കിലും പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇവരിപ്പോൾ കുറച്ച് സമയത്തെ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. പുതിയതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. ബായ്.